ഹലോ സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ, എൻ്റെ കൊച്ചനുജന്മാരെ, വന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു കൊച്ചനിയൻ ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ നമ്മളെ ബ്ലാത്താങ്കര പള്ളിയിൽ പോയിട്ട് വന്നപ്പം ഒരു കൊച്ചനിയൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, മാമൻ വാട്സപ്പിൽ എല്ലാത്തിലും തിളങ്ങി നിൽക്കുന്നുണ്ട്, മാമൻ വന്നിട്ട് എന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനുജൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു അനുജ രസം എന്ന് പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞാൽ രാത്രിയായി അവർ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബ്ലാത്താങ്കര പള്ളിയിൽ കുറച്ച് മുകളിൽ ഒരു വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു രസമെന്ന് പറഞ്ഞിട്ട് വന്നു. അനുജന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അനുജ, ഞാൻ വന്നിട്ട് ഒരു 10 ഓർമ്മ വെച്ചത് തൊട്ട് ഞാൻ ലഹരിയുടെ ബുദ്ധിമുട്ടുകൊണ്ട് അത് കണ്ട് ജീവിച്ചവനാണ് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വെള്ളം അടിക്കുന്നുണ്ട്, അപ്പൻ വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ എന്തൊക്കെ വഴക്കുകളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് അപ്പം വന്നിട്ട് എന്നെ പറയും, മുള്ളിൻ്റെ മുട്ടിൽ മുള്ളേ കുരുക്കുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയും. അങ്ങനെ അച്ഛൻ മദ്യപിക്കും, കൊച്ചുമാർ മദ്യപിക്കും, അപ്പൂപ്പൻ മദ്യപിക്കും. അപ്പം ഒരു രാത്രിയായി കഴിഞ്ഞാൽ 1ഉം 2ഉം പറഞ്ഞിട്ട് വഴക്കുകളൊക്കെയാണ്. അതൊക്കെ വീട്ടിൽ അമ്മയായിട്ട് ഈ വെള്ളമടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ എന്തെങ്കിലും പറയും. അവിടെ കുറച്ച് അച്ഛൻ സമയത്ത് കേട്ട് ഒരു അടിയും പിടിയും ആയിട്ട് വരും. അതുകൊണ്ട് ലഹരി എന്ന് പറഞ്ഞാൽ വെറുപ്പായി. ഓർമ്മ വെച്ച ദിവസം തൊട്ടേ ലഹരി എന്ന് പറഞ്ഞാൽ വെറുപ്പായി. അപ്പം ഈ ലഹരി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കത്തില്ല. അതിൻ്റെ കൂടി വെറുപ്പായപ്പം വന്നിട്ട് ബോംബെയിൽ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വന്നിട്ട് 18 വയസ്സിന് ബോംബെ പോയിട്ടുണ്ട്. ബോംബെ പോയി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പന്തയം വെച്ച് ഒരിക്കൽ മദ്യം കഴിച്ചിട്ട് ഞാൻ നേരെ സഹോദരനെ വിട്ട് പോയിട്ട് ബോംബെ നിന്ന് IIT പവയിൽ നിന്ന് ഇവിടെ ഗാർഗുൽബറിൽ വന്നിട്ട് നേരെ ട്രെയിൻ കയറി പാൽക്കറിൽ പോയി ചെന്ന് കടന്ന് പിറ്റേ ദിവസം ഇതാക്കി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ആടായി പോകുമെന്ന് പറഞ്ഞ് പന്തയത്തിൻ്റെ പുറത്ത് അല്ല എന്ന് പറഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഒരു 10-15 വയസ്സായപ്പം മാർത്താണ്ഡത്ത് ആ കരിപ്പട്ടി ചന്തയുടെ ബാക്കിൽ ഒരു കെട്ടിടം വയ്ക്കുന്ന അവിടെ പോയിട്ട് അവിടുത്തെ ഒരു പയ്യൻ, എൻ്റെ കൂടെയുള്ള പയ്യൻ്റെ കൂടി പന്തയം വെച്ചിട്ട് വീടി വലിച്ചു കഴിഞ്ഞാൽ നീ വിടില്ല, ഒരാഴ്ച വലിക്കണമെന്ന് പറഞ്ഞിട്ട് വലിച്ച് ഞാൻ നിർത്തി. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാലഞ്ച് വേണം. അങ്ങനെ ആ ചാലഞ്ചെല്ലാം എടുത്തിട്ട് ലഹരി വിമുക്തമായിട്ട് ഈ ലഹരി കഴിക്കുന്നവരെടുത്തില്ല, പിള്ളേരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് ഇതിൻ്റെ ദോഷങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരാളെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് ഏകദേശം 300 പിള്ളേരെ ക്യാൻവാസ് ചെയ്തിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എൻ്റെ പ്രായത്തിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ എന്നപ്പോൾ ഇങ്ങനെ ആരും പറഞ്ഞു തരാനില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് തന്നെ എൻ്റെ പിള്ളേർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരു ഏരിയയ്ക്ക് മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ കുറച്ച് പേര് കുടിക്കുക, വന്നിട്ട് ചീത്ത വിളിക്കുക, വഴക്കുണ്ടാക്കുക. ഈ സമൂഹത്തിന് നമ്മളെക്കൊണ്ട് കഴിയുന്നത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ഒറ്റയാൾ പോരാട്ടത്തിൽ ചെയ്യുന്നത്. നിങ്ങളെല്ലാം സഹകരണം ഉണ്ടെങ്കിൽ ഇതിൽ വലുതായിട്ട് നമുക്ക് പ്രവർത്തിച്ച് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞ് ഞാൻ നമസ്കാരം പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്.